അങ്ങനെ മൃദു സമീപനം സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നതാണ്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുള്ള സമീപനം പൊതുവെ നമുക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊരു കാലത്ത് നന്മ എന്നത് കേവലം ഒരു വാക്കായി അവശേഷിക്കാൻ പാടില്ല. അതൊരു ജീവിതാശയമായി തന്നെ മാറ്റാൻ നമുക്ക് കഴിയണം. പരസ്പരം കരുതലും സ്നേഹവും പങ്കുവെക്കുന്ന വിവേചനങ്ങളില്ലാത്ത ഒരു ലോകമാണ് വരും തലമുറക്കായി നാം കരുതി വെക്കേണ്ടത്. ഈ കാഴ്ചപ്പാടാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ വർഗീയതയുടെ കനലെരിയുമ്പോഴും കേരളം ഒരു ശാന്തി തീരമായി നിലകൊള്ളുകയാണ്. നമ്മൾ പുലർത്തി വരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടുകളാണ് ഇതിന് കാരണം. കേരളത്തിൽ വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ നാം ശാന്തമായ ജീവിതം നയിക്കാൻ കഴിയുന്നൊരു സമൂഹമായി നിലകൊള്ളുന്നു. പറയത്തക്ക വർഗീയ സംഘർഷങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ നമ്മുടെ സംസ്ഥാനത്ത് കാണാനില്ല. ഇത് നമ്മുടെ ഒരു പ്രത്യേകതയായി, രാജ്യത്ത് തന്നെ ഒരു വലിയ തുരുത്തായി, മതനിരപേക്ഷതയുടെ ശക്തി കേന്ദ്രമായി കേരളത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥ വന്നത് എന്നത്. ഇവിടെ ഇത്തരമൊരു കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നത് സാങ്കത്യമുള്ളതാണെന്ന് കരുതുകയാണ്. നമ്മുടെ കേരളത്തിലും വർഗീയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ? വർഗീയ കലാപങ്ങളുണ്ടായിട്ടില്ലേ? ഞാൻ ആദ്യം MLA ആകുന്നത് 1970 കാലത്തായിരുന്നു. 1971 തലശ്ശേരി കലാപം നടന്നത്. ആ കലാപം വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ തലശ്ശേരിയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഒരുപാട് ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു, വീടുകൾ ആക്രമിക്കപ്പെട്ടു,